ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആലു പറാട്ട ആയിരുന്നു കേട്ടോ. അപ്പം ആലു പറാട്ട ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാ. സോ ഗായ്സ്, നമുക്ക് ആലു പറാട്ടയ്ക്കായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ ചപ്പാത്തി പരുവത്തിൽ ഡോ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തെടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ അയ്മോദകം, പിന്നെ ജീരകം, അതുപോലെ തന്നെ കസൂരി മേത്തി. ഇതേ ഡോ ആക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ. ഇത് ഇച്ചിരി കൂടെ മയത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ജീരകം ഇട്ട് കൊടുക്കുക. ആദ്യം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. പിന്നെ ഈ പച്ചമുളകിന് പകരം വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതെടുത്തുന്നേ ഉള്ളൂ. പിന്നെ അയ്മോദകം കൂടെ നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് അതിനോടകം തന്നെ അതിനകത്ത് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മല്ലിച്ചപ്പ് ഇടാറുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡിയായി. അതിനോടൊപ്പം തന്നെ ഞാൻ സൈഡിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നേ, അതുമായി വരുന്നു. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് തന്നെയാണ് ഞാൻ മോന് ടിഫിന് കൊടുത്തു വിടുന്നതും. അതെ, ഇത് രണ്ട് രീതിയിലുണ്ടാക്കാം. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഡോ എടുത്ത് പരത്തിയിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് മറ്റൊരു പീസ് കൂടെ എടുത്തിട്ട് അതിനെ മണ്ടയ്ക്ക് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. സൈഡ് ഫുള്ള് കവർ ചെയ്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുന്നതൊന്നും കാണിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയിനിടയിൽ കാണാം. കണ്ടോ, കൈ ഇടുന്ന കണ്ടോ? അങ്ങനെ കൈ അടുത്ത് നിന്ന് അവനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതെ, പാനിലിട്ടപ്പോൾ ഒരു സൈഡ് നല്ലോണം കുക്കായി. ഇപ്പം ഞാൻ മറിച്ചിട്ട് കാണിക്കാമേ. ഒരു മീഡിയം ടു സ്ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനെ കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇച്ചിരി കട്ടിക്ക് ആക്കുന്നത് കൊണ്ട് ഇനിയിപ്പം ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ പരത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ വന്നിട്ട് കൈ കൊണ്ട് തോണ്ടിയെടുക്കുക. അപ്പം കാണിക്കാം. കണ്ട, തോണ്ടിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ പറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ ചട്നിയുടെ കൂടെ വെച്ചേക്കുന്നത്. നമുക്ക് യൂഷ്വലി യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും പെയർ ചെയ്യാം. യൂഷ്വലി നമ്മളിത് പെയർ ചെയ്യുന്നത് യോഗട്ടോ അല്ലെങ്കിൽ നല്ല അച്ചാർ, ഇവിടുത്തെ ബോംബെ ടൈപ്പ് അച്ചാറോ അതിൻ്റെയൊക്കെ കൂടെയാണ്. പക്ഷേ ഞാനിന്ന് തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇന്ന് ആക്ച്വലി മോൻ ഇച്ചിരി മൂശാട്ടയായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാം ഇച്ചിരി ഡിലേ ആയിപ്പോയി കാര്യങ്ങളൊക്കെ. അപ്പോൾ ബട്ട് ഓക്കെ, സംടൈംസ് ഹാപ്പൻസ്. എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അവൻ്റെ ഏജാണ്, അവനിത് ചെയ്യേണ്ട ടൈമാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴല്ലേ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ എവിടെ വരെയായി? ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ? ഞങ്ങളുടെ ഇതും ബാക്കിയാണ്. ഷോപ്പിംഗ് ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് ബാക്കിയാണ്. അപ്പോൾ ഓണം വ്ളോഗ് ചെയ്യണം, അങ്ങനെ ഇനിയും പല പല വ്ളോഗ്സ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.